അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. പ്രഖ്യാപനം പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ. സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. സഹകരിക്കില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നടക്കുന്നത് എന്താണോ അതേ പറയൂ എന്ന മുഖ്യമന്ത്രി. ഞങ്ങള് നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുണ്ട്. സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക കുടിശ്ശിക ഉൾപ്പെടെ 3600 രൂപ. 1864 കോടി രൂപ അനുവദിച്ചെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. മരിച്ചത് കൊല്ലം സ്വദേശിയായ 65കാരൻ. ഒക്ടോബറിൽ മാത്രം മരിച്ചത് 12 പേർ. രോഗബാധ സ്ഥിരീകരിച്ചത് 65 പേർക്ക്. ദുരിതത്തിൽ നിന്ന് കരകയറാനാകാതെ ചികിത്സാ പിഴവ് മൂലം കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9കാരി. സർക്കാരിൽ നിന്ന് ഒരു സഹായമോ നീതിയോ ലഭിച്ചില്ലെന്ന് കുടുംബം. മകളുടെ പഠനം പോലും മുടങ്ങിയെന്നും കുടുംബം കേരള വിഷൻ ന്യൂസിനോട്. പറഞ്ഞ അവൾക്ക് ഇപ്പോഴും കൈ കാണാൻ പറ്റുന്നില്ല. കൈ കാണാൻ പഴിച്ച് മാറ്റണ്ടെന്ന് പറഞ്ഞ ഭയങ്കര കരച്ചിലാണ്. ഡോക്ടർമാരാകട്ടെ നേഴ്സുമാരാകട്ടെ ഒരാളെ അവൾ കാണാൻ പറ്റില്ല.